ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 27 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 28-ാമത്തെ ശ്ലോകം നോക്കാം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത് സ്വവിനശ്യന്തം യപശ്യതി സ പശ്യതി. സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതജാലങ്ങളിലും ജീവജാലങ്ങളിലും സമം തുല്യമായി സ്ഥിതി ചെയ്യുന്നവനും വിനശ്യത്സു നശ്വരങ്ങളായവയിൽ, അതായത് ദേഹങ്ങളിൽ, അവിനശ്യന്തം അനശ്വരനായിരിക്കുന്നവനുമായി, അതായത് ദേഹിയായി ഇരിക്കുന്നവനുമായി, ദേഹങ്ങളിൽ ദേഹിയായി ഇരിക്കുന്നവനുമായി പരമേശ്വരം പരമമായ ഈശ്വരനെ, പരമാത്മാവിനെ, യഹ യാതൊരാൾ പശ്യതി അറിയുന്നുവോ അഥവാ കാണുന്നുവോ, സഹ അവൻ തന്നെയാകുന്നു, പശ്യതി യാഥാർത്ഥ്യം അറിയുന്നവൻ അഥവാ സത്യദർശിയായിട്ടുള്ളവൻ, ജ്ഞാനിയായിട്ടുള്ളവൻ. എല്ലാ ഭൂതജാലങ്ങളിലും തുല്യമായി സ്ഥിതി ചെയ്യുന്നവനും നശ്വരങ്ങളായ ദേഹങ്ങളിൽ അനശ്വരനായ ദേഹിയായി വർത്തിക്കുന്നവനും ആയ ഈശ്വരനെ, പരമാത്മാവിനെ യാതൊരാൾ അറിയുന്നുവോ അഥവാ അപ്രകാരം കാണുന്നുവോ, അവൻ തന്നെയാകുന്നു യഥാർത്ഥ സത്യദർശി, അതാ ജ്ഞാനിയായിട്ടുള്ളവൻ, യാഥാർത്ഥ്യം അറിയുന്നവൻ. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. സർവവ്യാപിയായ പരമാത്മാവ് സകല ഭൂതജാലങ്ങളിലും കുടികൊള്ളുന്നു അഥവാ വ്യാപിച്ചിരിക്കുന്നു. നശ്വരങ്ങളായ ഭൗതിക ദേഹങ്ങളിൽ അനശ്വരനായ പരമാത്മാവ് ജീവാത്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശരീരം നശിക്കുമ്പോഴും അഥവാ പരിണമിച്ച് പഞ്ചഭൂതങ്ങളായി മാറുമ്പോഴും അഥവാ നാമരൂപങ്ങൾ മാറുമ്പോഴും ആത്മാവ് അനശ്വരനായി വർത്തിക്കുന്നു. ഈ ആത്മതത്വത്തെ അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ഓരോ ജീവിയുടെ ഉള്ളിലും ജീവചൈതന്യമായി ഈശ്വരൻ കുടികൊള്ളുന്നു. ദേഹം പരിണമിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുമ്പോഴും അഥവാ ദേഹം നശിക്കുക എന്ന് പറയില്ലാതെ പരിണമിക്കുകയാണ്, പഞ്ചഭൂതങ്ങളിൽ ലയിക്കുമ്പോഴും ഈ ആത്മചൈതന്യം ഇല്ലാതെയാകുന്നില്ല. ശരീരം മാത്രമേ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നുള്ളൂ. ആത്മാവ് അഥവാ ആത്മചൈതന്യം ഇല്ലാതെയാകുന്നില്ല. അത് അനുയോജ്യമായ മറ്റൊരു ദേഹത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ മുൻ ദേഹത്തിൻ്റെ നാമവും രൂപവും മാറി മറ്റൊരു ദേഹവും, അതായത് മറ്റൊരു നാമവും രൂപവും സ്വീകരിക്കുന്നു ഈ ആത്മചൈതന്യം, ജീവാത്മാവ്. അതിന് നാശമില്ല, ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ. അതാണ് മുഷിഞ്ഞ വസ്ത്രം മാറി പുതിയ വസ്ത്രം മനുഷ്യൻ ധരിക്കുന്നത് പോലെയാണ് ആത്മാവ് ജീർണിച്ച ശരീരം ഉപേക്ഷിച്ച് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നത്. ആ ആത്മചൈതന്യത്തിന് മാറ്റം വരുന്നില്ല. നശ്വരമായ ശരീരം മാത്രമാണ് പരിണമിക്കുന്നത് അഥവാ പഞ്ചഭൂതങ്ങളിൽ ലയിച്ച് ഇല്ലാതെയാകുന്നത്. ഇപ്രകാരം വീണ്ടും വീണ്ടും ദേഹങ്ങളെ സ്വീകരിച്ച് അനേകം ജന്മങ്ങൾക്ക് ശേഷം കർമ്മപ്രാരാബ്ധങ്ങളെല്ലാം അറ്റുകഴിയുമ്പോൾ ഈ ജീവാത്മാവ് മുക്തനായി പരമാത്മാവിൽ ലയിക്കുന്നു. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ തത്വത്തെ അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ്. ഈ ജ്ഞാനം നേടുന്നവരാകുന്നു യഥാർത്ഥ സത്യദർശികൾ. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്.
അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.